കളിക്കാൻ നല്ലൊരു മൈതാനമില്ലെന്ന പരിമിതി മറികടക്കാൻ ഒരു നാട് ഒത്തൊരുമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങരുത് ബാല്യമെന്നും ലഹരിയിലേക്ക് വഴിതെറ്റരുത് നമ്മുടെ യുവതയെന്നും ഇവർ തീരുമാനിച്ചപ്പോൾ നന്ദിപുലം ഗ്രാമം വലിയ സ്വപ്നങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. നാടിന് സ്വന്തമായി ഒരു കളിക്കളത്തിനായി പണം സ്വരൂപിക്കാൻ വിവിധ പ്രവർത്തനങ്ങളുമായി നന്ദിപുലം മിഴി സാംസ്കാരിക വേദി മുന്നോട്ടു പോകുമ്പോൾ ഞായറാഴ്ചയിലെ അവധി ദിനത്തിൽ നാട് മുഴുവൻ അവരോടൊപ്പം ചേർന്നു. പ്രദേശത്തെ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവർ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പാഴ്വസ്തു ശേഖരണം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡിൽ ഉൾപ്പെട്ട നന്ദിപുലം പ്രദേശത്ത് നാടിന്റെ കെടാവിളക്കായി പ്രവർത്തിക്കുകയാണ് മിഴി സാംസ്കാരിക വേദി. കുട്ടികൾക്ക് കളിച്ചു വളരാൻ നാട്ടിൽ നല്ലൊരു കളിക്കളം ഇല്ലാതിരുന്നപ്പോൾ ഏതാണ്ട് ഒരു വർഷം മുൻപാണ് നമ്മുടെ കളിസ്ഥലം എന്ന ആശയത്തിന് ഇവർ രൂപം നൽകിയത്. ആദ്യപടിയായി പ്രദേശത്ത് കളിക്കളത്തിനായി 53 സെന്റ് സ്ഥലം കണ്ടെത്തി. 53 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ചെലവുൾപ്പെടെ സ്ഥലത്തിനായി നൽകേണ്ടത്. നമ്മൾ അനവധി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം. ഇപ്പോൾ ഇന്നത്തെ യുവതലമുറ രാസലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറേ കാലങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പരിഹാരം എന്ത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഗസ്റ്റ് 10 തുടക്കം കുറിച്ച അന്ന് അഡ്വാൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുള്ള ഈ സംഭവം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം അതിൻ്റെ തീറിനോട് അടുക്കുകയാണ്. ഈ മാസം തന്നെ തീർ നടത്താം. ട്രാക്ക്, ജിം, നടപ്പാത എന്നിവയ്ക്ക് പുറമെ ഫുട്ബോളിനും വോളിബോളിനും ബാഡ്മിന്റനും ഉപയോഗിക്കാവുന്ന കോർട്ട് എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ കളിക്കള സ്വപ്നം. കൂടാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോധികരുടെ കൂട്ടായ്മയ്ക്കായി ഒരു ഇടവും വായനശാലയും എല്ലാം ചേർന്ന് വരാനിരിക്കുന്ന കാലത്തെ തലമുറകളിലേക്ക് നീളുന്ന മഹത്തായ ആശയവും ഇവരുടെ സ്വപ്നമാണ്. തൃശ്ശൂർ ജില്ല വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് നന്ദിപുലം എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ 2 പ്രശ്നങ്ങളാണ് ഈ കളിക്കളവുമായി ബന്ധപ്പെട്ട ആശയം വരാനുള്ള കാരണം. ഒന്ന്, കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു സ്ഥലമില്ല. കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. പിന്നെ ഒറ്റപ്പെട്ട് വീടുകളിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ TV-യുടെ സ്ക്രീനിലോ ചെലവഴിക്കുന്ന ഒരു സമയം, വലിയ സമയം, അവരുടെ പഠനത്തിനോ അല്ലെങ്കിൽ കായികമായിട്ടുള്ള വിനോദത്തിനോ ഉപയോഗിക്കേണ്ട സമയം സ്ക്രീനിലേക്ക് പോവുക. കളിക്കളത്തിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനുമായി 1 കോടി രൂപ ആവശ്യമായി വരുന്ന സ്വപ്നത്തെയാണ് ഇവർ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തത്. ഈ കളിക്കളം ഉപയോഗിക്കാൻ കഴിയുന്ന 200ഓളം വീട്ടുകാർ ഒത്തുചേർന്നപ്പോൾ 44 ലക്ഷം രൂപ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞു. വന്നിരിക്കാനുള്ളൊരു സ്ഥലം, നരഞ്ചൽ വേനുള്ളൊരു സ്ഥലം, അത് കണ്ടെത്താനുള്ള മരണ പാച്ചലിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഈ അവസാന ഘട്ടമായി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്രി പറക്കിക്കൊണ്ടാണ് ഈ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഇനിയും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി ഒപ്പം നിന്നവരിൽ 3 ലക്ഷം രൂപ വരെ നൽകിയ കുടുംബങ്ങളുണ്ട്. നാടിന് ഓണസമ്മാനമായി ഈ കളിക്കളം സമർപ്പിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഒന്നിച്ച് മുന്നേറുമ്പോൾ ഒരു നാടിന് വേണ്ടിയുള്ള ഈ തലമുറയുടെ സമർപ്പണമായി മാറുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. വെളിച്ചവും തെളിച്ചവുമുള്ള കരുത്തുറ്റ മനുഷ്യരായി പുതുതലമുറയെ വാർത്തെടുക്കാൻ അവർക്കായി ഒരു കളിസ്ഥലം, ഒറ്റപ്പെടുന്ന വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു ഇടം. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ ഈ സ്വപ്നങ്ങൾ ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നമായി മാറുകയാണ്. കളിക്കളത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 1 കോടിയിലേറെ രൂപ സമാഹരിക്കാൻ കയ്യും മെയ്യും മറന്ന് ഒരു നാട് ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി അധിക ദൂരമില്ല. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.